എന്തായാലും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപക്ഷവും ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിനൊരു ഉത്തരമാകുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ ചോദ്യം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകേണ്ടി വരും. അതോടുകൂടി തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ഒരു 6 ആഴ്ചത്തെ സമയമാണ് അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിനു മുന്നേ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട്, ഒരു ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട്. വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ കൽപേഷ് എന്ന് പറയുന്ന പേരും ഇടയ്ക്കൊക്കെ അന്വേഷണ സംഘം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൽപേഷിനും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നതായി നമുക്കറിയാൻ കഴിയുമോ? നമുക്ക് നിലവിൽ കൽപേഷുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ആ സമയം മുതലാണ്. കാരണം ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് വിട്ടു എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അവർ അങ്ങനെ ആ ഒരു കാര്യം പറയുമ്പോഴും പിന്നീട് വന്ന തെളിവുകൾ എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്തുവിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ടല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നത് കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനാണ് കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് കൽപേഷ് എന്നാണ് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു പറയുന്നു ഇയാളുടെ കയ്യിൽ ബാക്കി വരുന്ന സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഓഫീസിലെത്തിയപ്പോൾ കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത്. ഈ കൽപേഷ് ഇയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് എന്നതിനപ്പുറത്തേക്ക് ഒരു വിവരവും നമുക്കില്ല. ഇയാൾ ഏത് സ്വദേശിയാണ്, ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന സംബന്ധിച്ച വിവരങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല. എന്തായാലും SIT അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഏകദേശം ഒരു വിവരം SITക്കും ഇയാളെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടാമത്തെ കേസിലാണ്. ഇവിടെ SIT സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലാണ് രണ്ടാം പ്രതിയാക്കി ഇയാളെ കൽപേഷിനെ ആക്കിയിരിക്കുന്നത്, രണ്ടാം പ്രതിയാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് വളരെ രണ്ടാം പ്രതിയാണെന്നുള്ളത് തന്നെ നിർണായകമായ ഒരു പങ്ക് ഇയാൾക്കുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന മണിക്കൂറുകളിൽ കൽപേഷിലോട്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ നിർണായകമായ മണിക്കൂറാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞുണ്ടായിരുന്നല്ലോ സിജു, 1998 മുതലുള്ള എല്ലാ തീരുമാനങ്ങളും അന്വേഷിക്കട്ടെ, തന്റെ കൈ ശുദ്ധമാണെന്ന് താൻ ഒന്നും അറിഞ്ഞിട്ടില്ല, സ്മാർട്ട് ക്രിയേഷൻ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല എന്നുള്ളൊരു വാദം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വസ്തുത എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവരെ എല്ലാം തന്നെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അതിൽ മുൻ ദേവസ്വം മന്ത്രിമാരുടെ പേര് മാത്രം പ്രതിപട്ടികയിൽ ഇല്ലാതാനും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ലേ, പ്രത്യേകിച്ച് പോറ്റി കസ്റ്റഡിയിലായ ഒരു പശ്ചാത്തലത്തിൽ? അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുന്ന ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെയും മുൻ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരെയും ചോദ്യം ചെയ്യും. അതിന് മുന്നോടിയായി എന്ന നിലയിലാണ്, ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെ ഒരു സ്പോൺസറായി വരികയും സ്വർണ്ണപ്പാളിയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് ആദ്യം അന്വേഷണം തുടങ്ങുക എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്, ചോദ്യം ചെയ്യൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ക്ലാരിറ്റി കാറ്റിൽ കിട്ടും. ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് സഹായം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കിട്ടും. നിലവിൽ ഈ 2 FIRകളിലുമായി 9 ഉദ്യോഗസ്ഥരെയാണ് പ്രതിയേർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പ്രതിയേർക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഈ 9 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവരെ പ്രതിയേർത്തിരിക്കുന്നത്. നമുക്ക് ഇവരിൽ നിന്ന് അന്വേഷണം പുരോഗമിക്കുന്ന അനുസരിച്ച് മാത്രമേ ഈ 9 പേരിൽ ആരുടെയൊക്കെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹായം ഇയാൾക്ക് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക. അപ്പം ഘട്ടം ഘട്ടമായി അതിന്റെ ആസൂത്രണം, അതിന്റെ നടത്തിപ്പ്, അതിനുശേഷം ഇത് കൊണ്ടുപോയതിനു ശേഷം ഉണ്ടായ സ്വർണം എവിടെ കൊണ്ടുപോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്.
ഇതിൽ നമുക്ക് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറയുമ്പോൾ നമുക്ക് ഒരു ഗുരുതരമായ വീഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ചില ബന്ധങ്ങൾ കൂടി സംശയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തന്നെ പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്ന അന്നത്തെ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആണ്.